ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആഫ്റ്റർ എഫക്ട്സിലെ ടെക്സ്റ്റ് ലേയേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റത്തെ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ട്യൂട്ടോറിയലിൽ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൻ്റെ വർക്ക് സ്പേസിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റ് ലേയേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് ആഫ്റ്റർ എഫക്ട്സിലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലെയറാണ്. പക്ഷേ അതിൻ്റെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ലെയറിനെ നമുക്ക് അനിമേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇതിലെ എഫക്ട്സ് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ലിറിക്സ് സിങ്ക് ചെയ്യാം. നമ്മുടെ ലിറിക്കൽ വീഡിയോസിൽ വരുന്ന രീതിയിൽ നമുക്ക് ലിറിക്സ് സിങ്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ടൈറ്റിൽസ് ക്രിയേറ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനിമാറ്റിക് ടൈറ്റിൽസ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ലെയർ യൂസ് ചെയ്ത് ചെയ്യാം. അങ്ങനെ ഒരുപാട് യൂസസ് നമ്മുടെ ടെക്സ്റ്റ് ലെയർസിന് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആഫ്റ്റർ എഫക്ട്സ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു കോമ്പോസിഷൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടോപ്പിൽ ലെയറിൽ വന്നിട്ട് ഇവിടെ ന്യൂവിൽ ടെക്സ്റ്റിൽ വന്ന നമുക്ക് ടെക്സ്റ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ടൂൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടൈം ലൈൻ പാനലിലേക്ക് വന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂവിൽ വന്നിട്ട് ടെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാനിവിടെ നമ്മുടെ യൂട്യൂബിൻ്റെ ചാനൽ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ലെയർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വരാം. ഓക്കെ, ഇവിടെ നമ്മുടെ അലൈൻ പാനൽ, അതുപോലെ തന്നെ ക്യാരക്ടർ പാനൽ, അതുപോലെ തന്നെ പാരഗ്രാഫ് പാനൽ, ഈ 3 പാനൽസ് യൂസ് ചെയ്താണ് നമ്മുടെ ടെക്സ്റ്റ് ലെയേഴ്സ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 പാനൽസ് നിങ്ങളിവിടെ കണ്ടില്ലെങ്കിൽ ടോപ്പിലേക്ക് വന്നിട്ട് വിൻഡോ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ട് അതിനകത്ത് ക്യാരക്ടർ പാനൽ അങ്ങനെ നമ്മുടെ ഈ 3 പാനൽസ് ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ക്യാരക്ടർ പാനലിലേക്ക് അകത്തേക്ക് വരുന്നു. ഓക്കെ, ക്യാരക്ടർ പാനലിനകത്ത് ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ദ ഫോണ്ട് ഫാമിലി എന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇതിനകത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൺസ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ഫോൺസും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, കണ്ടില്ലേ, ഒരുപാട് ഫോൺസ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഫോൺസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഫോൺസ് എന്ന് പറഞ്ഞ ഒരു ഫ്രീ സൈറ്റ് ഉണ്ട്, ഒരു ഫോൺ സൈറ്റ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് ഫ്രീ ഫോൺസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇവിടെ പോപ്പിൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോണ്ടാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഫോണ്ടിനകത്ത് ഈ ഫോണ്ടിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റൈൽസ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. തിന്ന് മുതൽ ബ്ലാക്ക്, ബോൾഡ്, അങ്ങനെ ഒരുപാട് സ്റ്റൈൽസ് ഈ ഒരു ഫോണ്ടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബോൾഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റൈലാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വന്നാൽ ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നമ്മുടെ ഫോണ്ടിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളർ നമുക്ക് ആവശ്യമുള്ള കളറിലേക്ക് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴേക്ക് വന്നാൽ ഇവിടെ നമുക്ക് ഫോണിൻ്റെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്, ഡിക്രീസ് ചെയ്യാനും പറ്റുന്നതാണ്. അങ്ങനെ ഫോണിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈൻസിൻ്റെ സ്പേസ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്താൽ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ടെക്സ്റ്റിനിടയിലുള്ള സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കണ്ടില്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ടെക്സ്റ്റിൻ്റെ സ്ട്രോക്കിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു ടെക്സ്റ്റിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോൾഡാക്കി മാറ്റാം, ഇറ്റാലിക്കായിട്ട് മാറ്റാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്യാരക്ടർ പാനലിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അലൈൻ പാനലിലേക്ക് വരാം. അലൈൻ പാനൽ യൂസ് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് അലൈൻ ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, നമ്മുടെ കോമ്പോസിഷൻ അനുസരിച്ച് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് നമുക്കിവിടെ അലൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പാനൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പാരഗ്രാഫ് എന്ന് പറയുന്ന ഈ ഒരു പാനൽ യൂസ് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റൊക്കെ ഒരുപാട് ടെക്സ്റ്റുകൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് പാനൽ യൂസ് ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയായിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ടെക്സ്റ്റിൻ്റെ ലെയർ പ്രോപ്പർട്ടീസ് നോക്കാം. ഈ ഒരു ടെക്സ്റ്റ് ലെയറിനകത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കാണാറുള്ള നമ്മുടെ ട്രാൻസ്ഫോം ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. പൊസിഷൻ, സ്കെയില്, റൊട്ടേഷൻ, അങ്ങനെ നമ്മുടെ ട്രാൻസ്ഫോം ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ലെയറിനും അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനകത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ സോഴ്സ് ടെക്സ്റ്റ്, പാത്ത് ഓപ്ഷൻ, മോർ ഓപ്ഷൻ എന്ന 3 ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സോഴ്സ് ടെക്സ്റ്റിനകത്താണ് നമ്മളുടെ ഈ ഒരു ഡേ ഡ്രീം എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സോഴ്സ് ടെക്സ്റ്റ് യൂസ് ചെയ്ത് ഈ ഒരു ഒറ്റ ലെയർ യൂസ് ചെയ്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു അനിമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം, മാനുവലായിട്ടൊരു അനിമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈ ഒരു സോഴ്സ് ടെക്സ്റ്റിൽ ഞാൻ ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ ഈ ഒരു പ്ലേ ഹെഡ് കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ ഈ ഒരു സോഴ്സ് ടെക്സ്റ്റിന് ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ കീ ഫ്രെയിം കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കീ ഫ്രെയിം ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലായിട്ട് ഒരു ബോക്സ് ടൈപ്പിലായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു പ്ലേ ഹെഡ് ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ടെക്സ്റ്റ് വേറൊരു ടെക്സ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ടെക്സ്റ്റ് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ഈ ഒരു പ്ലേ ഹെഡ് ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും ഈ ഒരു ടെക്സ്റ്റ് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിച്ചത്, 3 കീ ഫ്രെയിംസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ ഒരു
കണ്ടില്ലേ? ഈ ഒരു ഒറ്റ ടെക്സ്റ്റ് ലെയർ യൂസ് ചെയ്ത് ഞാൻ ഈ ഒരു ടെക്സ്റ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു ടൈം ഇൻഡിക്കേറ്റർ ഉണ്ട്. ഓരോ കീ ഫ്രെയിമിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ടെക്സ്റ്റ് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓരോ കീ ഫ്രെയിം എത്തുമ്പോൾ മാത്രമേ ഈ ഒരു ടെക്സ്റ്റ് ലെയർ മാറുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ ഒരു സോഴ്സ് ടെക്സ്റ്റിന് ഈ ഒരു കീ ഫ്രെയിം ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഒറ്റ ലെയർ യൂസ് ചെയ്ത് നമുക്ക് ലിറിക്കൽ വീഡിയോസിലൊക്കെ കാണുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ലെയർ ഒറ്റ ലെയറിൽ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് ഒരു അനിമേഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സോഴ്സ് ടെക്സ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അനിമേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് മാനുവലായിട്ട് ഒരുപാട് അനിമേഷൻസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ പാത്ത് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അത് മനസ്സിലാകാനായിട്ട് സിമ്പിളായിട്ട് അത് പാത്ത് ഓപ്ഷൻ വെച്ച് നമുക്കൊരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ടോപ്പിൽ വന്നിട്ട് ഈ ഒരു പെൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഞാനൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പാത്ത് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു പാത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനകത്തേക്ക് വരുന്നു. വന്നതിന് ശേഷം ഇവിടെ പാത്തിൽ വന്നിട്ട് ഇവിടെ നണ്ണ് മാറ്റിയിട്ട് ഞാൻ മാസ്ക് 1 എന്ന് കൊടുക്കുന്നു. കണ്ടില്ലേ? അത് കൊടുത്തപ്പോഴത്തേക്കും കണ്ടില്ലേ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ആ ഒരു പാത്തിലേക്ക് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മുടെ ടെക്സ്റ്റിന് ആ ഒരു പാത്തിലേക്ക് നമ്മുടെ ടെക്സ്റ്റ് മാറി വന്നിട്ടുണ്ട്. ഇവിടെ മാസ്കിൻ്റെ ഒരു ഓപ്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് അറേഞ്ച് ചെയ്ത് നമുക്ക് ഈ ഒരു പാത്തിനകത്ത് വരുന്ന ഈ ഒരു പാത്ത് ഓപ്ഷൻസ് യൂസ് ചെയ്ത് നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു ആനിമേഷനും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റിവേഴ്സ് പാത്ത് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോഴത്തേക്ക് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു രീതിയിലേക്ക് വരും. ഞാനിവിടെ ഓൺ ആക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഫോഴ്സ് അലൈൻമെൻറ്റ് ഓഫാണ് കിടക്കുന്നത്. ഞാൻ ഓൺ ആക്കുമ്പോഴത്തേക്ക് കണ്ടില്ലേ ആ ഒരു ഫോഴ്സിൽ നമ്മുടെ ടെക്സ്റ്റ് സ്പേസിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഞാനിത് ഓഫ് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ ഇത് ഈ ഒരു ഫസ്റ്റ് മാർജിൻ ലാസ്റ്റ് മാർജിൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻസ് യൂസ് ചെയ്ത് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് അനിമേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ഫസ്റ്റ് മാർജിനിൽ ഞാനിവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുന്നു. അതിനുശേഷം ഒരു 1 സെക്കൻഡിൽ കൊണ്ടുവച്ചതിന് ശേഷം ഞാനിതെന്ന് വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് മാർജിൻ്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ഈ ഒരു പാത്തിലൂടെ പോകുന്ന രീതിയിലേക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആനിമേഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ല? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാത്തിലൂടെയുള്ള ആനിമേഷൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നണ്ണ് കൊടുക്കുന്നു, റീസെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇതിനകത്തുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്ത് നമുക്ക് മാനുവലായിട്ട് ഒരുപാട് ആനിമേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഫ്റ്റർ എഫക്ട്സിൽ ഞാനത് ഈ ഒരു എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് എന്ന് പറയുന്ന ഈ ഒരു പാനലിനകത്തേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഒരു അനിമേഷൻ പ്രീസെറ്റ് എന്ന് പറയുന്ന ഇതിനകത്തേക്ക് വന്നാൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഒരുപാട് പ്രീസെറ്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. 3D ടെക്സ്റ്റ് അങ്ങനെ ഒരുപാട് പ്രീസെറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഈ ഒരു 3D ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ലെയറിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്കൊരു അനിമേഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതുപോലെ ഒരുപാട് പ്രീസെറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു ടെക്സ്റ്റ് ലെയറിനകത്തേക്ക് വന്നാൽ നമുക്ക് ഈ ഒരു അനിമേഷൻ്റെ ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻസ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു അനിമേഷൻ നമ്മുടെ ഇതായിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, ഇതുപോലെ ഒരുപാട് പ്രീസെറ്റ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ആനിമേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പ്ലഗിൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തും നമുക്ക് ഒരുപാട് അനിമേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് ടെക്സ്റ്റ് ലെയറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ.